പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറുനാരങ്ങയുടെ അച്ചാറും പിന്നെ വടുകപ്പുളി നാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ അച്ചാറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മിക്കവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ 250 ഗ്രാമിൻ്റെ ചെറുനാരങ്ങ 250 ഗ്രാമിന് എടുത്തേക്കുന്നത്. ഒരു 6-7 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ അത് വടുകപ്പുളി നാരങ്ങ 1/2 കിലോനാണ് എടുത്തത്. മറ്റത് 250 ഗ്രാം 125 രൂപയാണ് കേട്ടോ 1 കിലോന് വില. അപ്പോൾ ഞാൻ 250 ഗ്രാമാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഇതിലേക്കുള്ള പച്ചമുളക്. എപ്പോഴും അച്ചാറിൻ്റെ നാരങ്ങ എടുക്കുമ്പോൾ വലിപ്പം നോക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ കേടായി ഇതൊക്കെ എടുത്ത് വരുമ്പോൾ നല്ല സ്മെൽ. ഈ ചെറുനാരങ്ങയ്ക്ക് നല്ലൊരു സ്മെല്ലാണല്ലോ. മുറിച്ചൊക്കെ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വാടിയതൊക്കെ എടുത്ത് അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ അച്ചാറിടാൻ നോക്കാം. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞിട്ട് അച്ചാറിടുന്നത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നൊന്നും അങ്ങനെ ചെയ്യാറില്ല. എണ്ണയിൽ വഴറ്റുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം, ആവിയിൽ വേവിക്കാം, എല്ലാം ചെയ്യട്ടോ. ഇത് പച്ചയായിട്ട് തന്നെ അച്ചാറിടുന്നു. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എടുത്ത് അരിയാം, അതിനുള്ളിലത്തെ കുരുവൊക്കെ മാറ്റുക. നീരേക്കുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 പച്ചമുളകുണ്ട്. പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അച്ചാറിടാം. ഇതിപ്പോൾ നമ്മൾ ചട്ടിലേക്ക് എടുത്ത് വഴറ്റിനൊന്നുമില്ല, എണ്ണ ഉപയോഗിക്കണേ ഇല്ല കേട്ടോ ഈ അച്ചാറിന്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. 250 ഗ്രാം ചെറുനാരങ്ങയ്ക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിന് കാര്യമായിട്ട് എരിവൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഭംഗിക്ക് പച്ച ചുവപ്പ് മഞ്ഞയായിട്ടുള്ള കളർ കിട്ടാനാണ് അങ്ങനെ ഇടുന്നത്. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി. ഉലുവാപ്പൊടി കായപ്പൊടിയൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ 3/4 ടീസ്പൂൺ ഇടാണ്ട് നാരങ്ങയിലൊക്കെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ടത് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് പിറ്റേ ദിവസം കേട്ടോ കറക്റ്റയിൽ ഉലുവയും കായൊക്കെ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ തന്നെ കേട്ടോ കഴിക്കണത്. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല പച്ചയായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് വന്നു കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം, ചാറ് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഇരുന്ന് ചാറായിക്കോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്തിരി ചാറോട് കൂടി ഉണ്ടാക്കാൻ പോണ്. അത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ അടുത്തത് കറിനാരങ്ങ എന്ന് പറയും, വടുകപ്പുളി നാരങ്ങ എന്നും പറയും കേട്ടോ. ഇത് ഇതേപോലെ കഴിക്കട്ടെ. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇനി വടുകപ്പുളി നാരങ്ങ ഇപ്പോഴേ അച്ചാറിട്ട് വെച്ചോട്ടെ. ഓണാകുമ്പോഴേക്കും ഭയങ്കര വലിയായിരിക്കും അച്ചാറിനൊക്കെ. നാരങ്ങയ്ക്കിട്ട് അച്ചാറിനല്ല പറയുന്നത്, നാരങ്ങയ്ക്ക്. ഇനി ഇത് നല്ലോണം അരിഞ്ഞെടുക്കാം കേട്ടോ. 2 ഭാഗത്തെ ഇത് നല്ല കട്ടിയായിരിക്കും. അതിന് കടഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞു വയ്ക്കാം. കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു കുഴഞ്ഞിരിക്കാൻ അച്ചാറാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കുരുവൊക്കെ മാറ്റിയിട്ട് ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓണത്തിന് എല്ലാവരും അച്ചാറിടാത്ത ആൾക്കാരും ഉണ്ടാവില്ല, സദ്യ ഒരുക്കാത്ത ആൾക്കാരുണ്ടാവില്ല. എത്ര ഓണം ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഭക്ഷണം വയ്ക്കാതിരിക്കില്ല കേട്ടോ. അപ്പം ഇനി ഇതിലേക്കുള്ളത് മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം. അത്രയും തന്നെ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അച്ചാറാകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കണം കേട്ടോ. നമ്മൾ വാരി വലിച്ച് തിന്നണ സാധനമല്ലോ അച്ചാർ. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ കായപ്പൊടി ഇത്തിരി കുറഞ്ഞു പോയി, അത് ഞാൻ പിന്നെ മേടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിട്ടാ. ഇത് നല്ലോണം. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
പുറത്തുനിന്ന് വാങ്ങിക്കണ ഉലുവാപ്പൊടി ആയതുകൊണ്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം, അതിന് അധികം സ്മെല്ലുണ്ടാവില്ല. ഒരു 1.5 ടീസ്പൂണാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. കായപ്പൊടി എടുത്തിട്ടുണ്ട്. കായപ്പൊടി കഴിഞ്ഞു, ഇനി മേടിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ പൊടിക്കുന്ന കായ ഉലുവയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ പിറ്റേ ദിവസമാണ് കറക്റ്റായിട്ട് അറിയുക. അതുവരെ കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വീതം. നല്ല അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അച്ചാറായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കടുക് വറുക്കണമെങ്കിൽ വറുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.